ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡ് കഴിച്ച് എണീറ്റിട്ടുള്ളൂ. പ്ലേറ്റ്സ് കാര്യങ്ങളൊന്നും വാഷ് ചെയ്തിട്ടില്ല, എല്ലാം വാഷ് ബേസിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഞാനോടത്ത് ആദ്യം ഇവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന്. കാരണം നമ്മൾ വാങ്ങിച്ച ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എനിക്കൊന്ന് എടുത്തു വെച്ചിട്ട് വേണം. വാങ്ങിച്ച കുറച്ച് ഐറ്റംസൊക്കെ കൂടി ഉണ്ട്. കുറച്ച് ബിഗ് ഷോപ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചതിന് ശേഷം കുറച്ച് ചേഞ്ചസ് ചെറുതായിട്ടൊക്കെ ഒന്ന് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ കിച്ചണിൽ കിടന്നിരുന്ന ടേബിളാണ് ഈ ഒരു ടേബിള്. അപ്പോൾ ആ ടേബിളിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ എടുക്കേണ്ട സമയത്ത് എന്തെങ്കിലും ഒരു ഐറ്റം ഒക്കെ എടുത്ത് ഇപ്പോൾ രണ്ട് കൂട്ടമൊക്കെ എടുക്കണമെങ്കിൽ ഒരൈറ്റം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത് എടുക്കാമല്ലോ. രണ്ടും കൂടെ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് കിച്ചണിൽ ഫ്രിഡ്ജായിരുന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഡയറക്റ്റ് വേഗം സ്ലാവുമേലേക്ക് വയ്ക്കാറ്, നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് വയ്ക്കാറുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ബോക്സുകളിലാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഫ്രിഡ്ജ് തുറന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരു ടേബിളിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഈ ടേബിളിന് ഇവിടേക്കാക്കി. പിന്നെ ഇവിടെ കിടന്നിരുന്ന ഡൈനിങ് ടേബിളിനെ റൂമിലേക്കാക്കി. ഡൈനിങ് ടേബിൾ സെൻറ്ററിൽ വരുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഡൈനിങ് റൂം വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്യണം, കൺജസ്റ്റഡ് ആയിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ടേബിളിനോട് സൈഡിലിട്ടിട്ട് ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്തു. ഞങ്ങൾ ടീപ്പോയി മാത്രം ഇവിടെ ഇട്ടു. 5 സ്റ്റഡിക്കൊക്കെ ആയിട്ട് റൂമിൽ പോയിരുന്നോളും. അല്ലെങ്കിൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഡൈനിങ് ടേബിൾ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടേക്ക് ആക്കി. പിന്നെ സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു അഞ്ചുവിന്, അതും ഇവിടുന്ന് വേറെ റൂമിലേക്ക് ആക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയൊരു ചേഞ്ചസ് വരുത്തി. നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചേഞ്ചസൊക്കെ വരുത്തുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളെന്നും കാണുന്ന പോലെ തന്നെ വീടും കാര്യങ്ങളെല്ലാം കിടക്കാതെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ. നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഞങ്ങളങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ ചേഞ്ചസൊക്കെ വരുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആ വിൻ്റർ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കാർപ്പറ്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സോഫയമൊക്കെ ഇരിക്കുമ്പോൾ കാലമൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അധികം തണുക്കില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവിടേക്ക് ഒരു മാറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഒരു മാറ്റ് വാങ്ങി, അത് പക്ഷേ ഞാൻ കിച്ചണിലേക്ക് എടുത്തു. അപ്പോൾ പിന്നെ ഇവിടേക്ക് വേറെ വാങ്ങിക്കാമെന്ന് ഓർത്തത്. പിന്നെയാണ് ഓർമ്മ വന്ന വിൻ്ററിലൊക്കെ ഇടുന്ന ഒരു മാറ്റ് ഇവിടെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഇരിക്കുള്ളൂ, അന്നെടുത്ത് വിരിച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വിരിച്ചിട്ട് തന്നു. അപ്പോൾ ഇനി ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് വേഗം വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഓടി വരാം. എന്നിട്ട് നമുക്ക് കിച്ചണിലേക്ക് കിടക്കണം. ഇത് നമ്മളിതാ ഇന്ന് നല്ല അടിപൊളി പേരയ്ക്ക കിട്ടിയത് കേട്ടോ. അപ്പോൾ പേരയ്ക്ക കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റി പേരയ്ക്കയാണ്. ഇവിടെ ഞങ്ങൾ ഇതിനെ പറയുന്നത് അലഹാബാദ് പേരയ്ക്ക എന്നാണ് ഇതിനെ പറയുന്നത്. അറിയില്ല, എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ. ഞങ്ങൾ ഇത്തിരി സോൾട്ടൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ്. ഇത് നമുക്കിതാ പച്ചക്കറികളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഒരു ഐറ്റം. പിന്നെ ഇത് നമ്മുടെ ബോട്ടിൽസ്, ഇതൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കണം. ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ബോട്ടിൽസ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്കിനി കിച്ചണിലേക്ക് കിടക്കാം. അപ്പോൾ അതാ നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ വീണ്ടും കടന്നു. അപ്പോൾ അതാ കിച്ചണിൽ വരുത്തിയിരിക്കുന്ന ഒരു ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓർഗനൈസറിന് നമ്മളിത് ഇവിടേക്ക് ഇട്ടു. പിന്നെ ഇവിടെ പ്ലഗ് ഉള്ളത് കൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് കുത്തിയിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ടേബിള് ഇവിടെ നമ്മൾ സെറ്റാക്കി ഈ കോർണറിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്റ്റാൻഡ് മസാല ബോട്ടിലൊക്കെ വെച്ചിരുന്ന ഒരു സ്റ്റാൻഡായിരുന്നു നമ്മുടേത്. അപ്പോൾ ഈ സ്റ്റാൻഡിന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മസാല ബോട്ടിൽസ് വയ്ക്കാനൊന്നല്ല, നമുക്ക് ചെറിയ ടിഫിനുകൾ, ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലുകൾ, അങ്ങനത്തെയൊക്കെയുള്ള ഐറ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ വരുന്നതൊക്കെ പെട്ടെന്ന് വെക്കണമെങ്കിൽ ഇവിടേക്ക് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു ഇതാവുമ്പോൾ നമുക്ക് 3 തട്ടായിട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ പരന്ന് കിടക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ മുകളിലായിട്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു സ്റ്റാൻഡിനെ ഞാൻ ക്ലീൻ ആക്കി റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിമേ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാനും സൗകര്യമാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് ഇവിടെ വെച്ചേക്കണം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, സബോളയുടെയൊക്കെ സ്റ്റാൻഡ് ഞാനിവിടെ അതിൻ്റെ താഴേക്ക് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളൊന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന ഐറ്റംസ് കേട്ടോ. ഇതെല്ലാം ബിഗ് ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് പോലില്ല. ഇത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. ഇവിടെ വാഷ് ബേസിനിൽ ഫുൾ
പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് വാഷ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ പുറത്തൊക്കെ നല്ല ഇരുട്ടാവും. ഇതാ നോക്കി വിൻ്റർ തുടങ്ങി. നമ്മൾ രാത്രിയിൽ എടുക്കുന്ന വീഡിയോ അല്ല കേട്ടോ. ഇപ്പോൾ സമയം 5:15 പക്ഷെ നല്ല ഇരുട്ടായി. അത് വിൻ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിൻഡോ അടയ്ക്കാൻ പോവാണ്. കാരണം ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് വെക്കേണ്ടതെല്ലാം എടുത്തു വെക്കണം. തുടങ്ങാം നമുക്ക് ഓരോന്ന്. ഞാനൊന്ന് വാഷ് ചെയ്ത് വെക്കട്ടെ. വാഷ് ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുത്തിട്ട് വേണം ഇതിനകത്ത് വെജിറ്റബിൾസൊക്കെ നമുക്ക് വെക്കാനായിട്ട്. ഇപ്പോൾ വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വെജിറ്റബിൾസൊക്കെ എടുത്തൊന്ന് സെറ്റ് ആക്കുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇത് നല്ല അടിപൊളി ഓർഗനൈസർ ആട്ടോ. നമുക്കിങ്ങനെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, അതുപോലെ വലുതാക്കണമെങ്കിൽ വലുതാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ തട്ടിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ചെറുതാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇത്രയും വരെ ചെറുതായി കിട്ടും, അതുപോലെ ഇതേപോലെ വലുതായി കിട്ടും. സ്ട്രെച്ചബിൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓർഗനൈസർ രണ്ടും വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബിഗ് ഷോപ്പർ എടുത്തിട്ട് വരട്ടെ. ഒരു ബിഗ് ഷോപ്പറും കൂടെ അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടെ എടുത്തിട്ട് വരാം. ഇതിനകത്ത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇന്ന് ഞങ്ങൾ കാജു, കിസ്മിസ്, ബദാം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഐറ്റമൊക്കെ നമുക്കിനി ക്രിസ്മസിന് ഇത്തിരി ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കേക്കിന് വേണ്ട ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിരിക്കുകയാണ്. പ്ലം കേക്കാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇതെല്ലാം വാങ്ങിച്ചേക്കുന്നത്. എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് റൈസിൻസ് ആട്ടോ. നമ്മൾ കൂടുതൽ പ്ലം കേക്കിൽ കാണുന്നത് ഇതാണല്ലോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ്. ഇത് നമ്മുടെ കപ്പലണ്ടി. ഞങ്ങൾ കപ്പലണ്ടി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ കടല എന്നാണോ പേരെന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ പറയുന്നത് കപ്പലണ്ടി എന്നാണ്, എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എയർ ഫ്രയറിൽ നല്ല സുഖമായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് സുഖമാണ്. ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് നല്ല എളുപ്പത്തിൽ എയർ ഫ്രയറിൽ വറുത്തെടുക്കാം. ഇത് നമ്മുടെ കാശ്മീരി മിർച്ച് പൗഡർ. ഇത് നമുക്ക് കേക്കിനുള്ള ബദാം. ഇത് രാവിലത്തേക്ക് ചപ്പാത്തിക്കുള്ള കടല. ഇത് നമ്മുടെ ഗരം മസാല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഗരം മസാല അവർ കൂടുതൽ മട്ടർ പനീറൊക്കെ വെക്കുമ്പോൾ ഇടുന്ന മസാല കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അത് കൂടാതെ ഞാൻ ഇന്ന് ഇതുമ്മ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അത് എവിടെയാണെന്ന് വേറെ പാക്കറ്റിലാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മുടെ മൈദ, കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള മൈദ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 5 കിലോ ആട്ട, ആശീർവാദ് ആട്ട. പിന്നെ ഇത് ഞാൻ കേക്കിലേക്കായിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ഓർഗാനിക് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചേർക്കണമെങ്കിൽ കേക്കിന് ആ കളറും കിട്ടും, നല്ലതാണ്. ഹെൽത്തിനും ഒത്തിരി നല്ലതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വൈറ്റ് കളറിലുള്ള ഷുഗറിനേക്കാളും ഒത്തിരി കോസ്റ്റ്ലിയാണിത്. അപ്പോൾ ഒരു 100 റുപ്പീസ് കണ്ട് ഇത് എക്സ്ട്രാ കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇത് ഒത്തിരി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം. ഇത് ഇങ്ങനെ ഒരു പാക്കറ്റ്. ഇത് 1 kg പാക്കറ്റ് ആട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 175 ആണ്. കേക്കിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ബിഗ് ഷോപ്പർ കാലിയായിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇതെല്ലാം ഒന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്കിനി ബാക്കി പച്ചക്കറി കാര്യങ്ങളെല്ലാം എടുത്തു വെക്കണം. ഇവിടെ ഞാൻ എൻ്റെ ലോങ് ആയിട്ടുള്ള ഒരു തവയുണ്ടല്ലോ, അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന തവ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. തവയുടെ മുകളിൽ ഞാൻ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം തവേനെ നമ്മളിങ്ങനെ നിർത്തി വയ്ക്കുമ്പോൾ അതിങ്ങനെ വീണ് പോകണം. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ സൗകര്യമായിട്ട് തോന്നുന്നത്. കുരുമുളക്
പൊടിയാക്കാനുണ്ട്. അപ്പോൾ എനിക്കിത് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പാക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു എന്നുള്ളൂ. ഇങ്ങനെ ഇതിലിരിക്കണാണെന്ന് ഓർമ്മ വരും, അപ്പോൾ വേഗം പൊടിച്ചു വയ്ക്കും. ഇത് ആങ്ങളെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഉണ്ടയാണ്. ഇതൊന്ന് പൊട്ടിച്ച് ബോട്ടിലാക്കി വെക്കണം. ബോട്ടിലായിട്ടിരിക്കണമെങ്കിൽ എല്ലാവരും എടുത്ത് കഴിച്ചോളും. ഇങ്ങനെ ഇരിക്കുമ്പോൾ വേഗം പോയി എടുക്കില്ല, പാക്കറ്റിലിരിക്കുമ്പോൾ. അപ്പോൾ അത് ബോട്ടിലേക്ക് ഒന്ന് അൺബോക്സ് ചെയ്യണം, ഇട്ട് വെക്കണം. ഇനി നമുക്ക് അടുത്ത ബിഗ് ഷോപ്പർ എടുക്കാം. ഇവിടെ കുറച്ചും കൂടെ ഐറ്റംസ് ഉണ്ട്, ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഇന്ന് ഞങ്ങൾ സൂപ്പ് വാങ്ങിച്ചിട്ടുണ്ട് 2 പാക്കറ്റ്. തണുപ്പായി വരില്ലേ, അപ്പോൾ തണുപ്പത്ത് ഇതൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ടൊമാറ്റോ സോപ്പും ഇത് വെജിറ്റബിൾ സൂപ്പും, അങ്ങനെ രണ്ടും ഒരേ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്ന് ഒരെണ്ണെടുത്ത് ഉണ്ടാക്കണം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ സാധാ ചില്ലി പൗഡർ കേട്ടോ. ഇത് നമ്മുടെ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പാല്, തൈര് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വെക്കണം. ഇത് നമ്മുടെ മുന്തിരി, ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാനുള്ള മുന്തിരി. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊരു സ്ഥലത്തേക്ക് നീക്കി വെക്കണം. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രേവിക്കുള്ള ബാറ്റർ കേട്ടോ. ബാറ്റർ അല്ല, ഗ്രേവിക്കുള്ള ഒരു കണ്ടൻറ്റാണ്. ഇത് മട്ടർ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് മിക്സ് ചെയ്യാനുള്ള, നമ്മുടെ ഗ്രേവി തിക്കായി കിട്ടാനുള്ള ആ ഒരു ബാറ്ററാണ് ഇതിനകത്തുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഒരെണ്ണെത്തുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. അതേപോലെ തന്നെ ഇത് വെജിറ്റബിൾ മിക്സ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ക്യാപ്സിക്കം, മട്ടർ, ക്യാരറ്റ്, കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്കും ഇത് ചേർക്കാം. ജസ്റ്റ് ഇതിന് ഇത്തിരി കോളം എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി കിട്ടും. അപ്പോൾ അതിനുള്ള ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കണം. പരിപ്പാട്ടോ, പരിപ്പ് ഞങ്ങൾക്ക് എന്നും വേണ്ട ഒരു ഐറ്റം. പിന്നെ പഞ്ചസാരയൊക്കെ നമ്മളിങ്ങനെ 2 പാക്കറ്റ്, സാധാരണ ഒരേ പാക്കറ്റൊക്കെ വാങ്ങിക്കാറുള്ളൂ. ഇന്നിപ്പോൾ 2 പാക്കറ്റ് വാങ്ങിച്ചത് കേക്കിൻ്റെ കാര്യങ്ങൾക്കും ആവശ്യമുണ്ട്. പിന്നെ നമ്മളെന്നും പോകണില്ലല്ലോ വാങ്ങിക്കാനായിട്ട്. ഇത് നമ്മുടെ ബട്ടറായാലും നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ച ബട്ടർ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഇരിപ്പുണ്ട്. പക്ഷെ ഒരു ബോട്ടിൽ വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ടത് കൊണ്ട്. എപ്പോഴെപ്പോഴും പോയി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 2ാമത്തെ ബിഗ് ഷോപ്പറും കാലിയായി. മസാലപ്പൊടികളൊക്കെ ഞാനിവിടെ ഏറ്റവും മുകളിലത്തെ ഒരു തട്ടിലേക്കാണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക്. പിന്നെ കേക്ക് ഐറ്റംസ് എല്ലാം കൂടെ എനിക്ക് എന്തെങ്കിലും ഒരു ബോക്സിലാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചേക്കണം. കപ്പലണ്ടി നമുക്കിവിടെ എടുത്ത് വയ്ക്കണം. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് ഇടാത്തത് ഓൾറെഡി ബോട്ടിലിൽ ഇപ്പോൾ കുറച്ചുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സെറ്റ് ഇടാറ്. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊന്നും ഇടാത്തത്. ഇങ്ങനൊരു ഓർഗനൈസർ തീർച്ചയായിട്ടും ഒത്തിരി നല്ലതാട്ടോ. എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി. നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിരിക്കുന്നതാണ്. നമ്മുടെ പച്ചക്കായ, ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കായ എങ്ങനത്തെ കേട്ടോ, തോരനൊക്കെ വയ്ക്കാൻ, ഉപ്പേരി വയ്ക്കാൻ ഉപയോഗിക്കുന്ന കായ എന്ന് പറയുന്നത്. ഇത്തിരീശ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ തുടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കാം. പഴയ തക്കാളിയിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ പഴയ വെജിറ്റബിൾസൊക്കെ കിട്ടിയതൊക്കെ അങ്ങനെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ്, ഇത്തിരി ബീൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഇത്തിരി തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടേക്ക് മാറ്റിയേക്കാണ്. അതൊക്കെ നമുക്ക് നാളത്തേക്ക് യൂസിനൊക്കെ എടുക്കാം. പിന്നെ പുതിയ തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചിടാം. പിന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് ആട്ടോ. ഇത് ഞാൻ റോളായിട്ട് വാങ്ങിയതാണ്, ഓൺലൈനിൽ വാങ്ങിച്ചതാണ്.
ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് ഒന്നാമത് നമുക്ക് റീയൂസ് ആണ്. നമുക്ക് ഇത് ചീത്തയായാലും മുഷിഞ്ഞാലും ഒക്കെ ഒന്നും കൂടെ വാഷ് ചെയ്ത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഒത്തിരി പ്രാവശ്യം യൂസ് ചെയ്യാം. ഒരു ടവൽ തന്നെ പെട്ടെന്നൊന്നും കേടാവില്ല. ഞാൻ അതിൻ്റെ റോള് വാങ്ങിച്ചേക്കണം, അപ്പോൾ അതിനും എളുപ്പമുണ്ട്. നമുക്ക് പച്ചക്കറികളൊക്കെ മാറ്റേണ്ടതൊക്കെ ഞാൻ എന്താ അങ്ങനെ മാറ്റിയേക്കണം. പിന്നെ ഇത് പഴം, പേരയ്ക്കൊക്കെ നമുക്ക് ഇടയ്ക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇവിടെ നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ കുറച്ച് പച്ചമുളകും മല്ലിയിലയൊക്കെ ഇട്ട് തരും കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ ഇട്ട് വന്നിരിക്കുന്ന മല്ലിയിലയാണിത്. പിന്നെ പച്ചമുളക് കണ്ടോ, പച്ചക്കറിയുടെ കൂടെ കുറച്ചിങ്ങനെ വാരിയിട്ട് തരും. അവരുടെ ജനറോസിറ്റി പോലെ ഇരിക്കും. ചിലവർ കൂടുതൽ ഇട്ട് തരും, ചിലവർ ഇത്തിരി ഇട്ട് തരുള്ളൂ, ചിലവർ ഇട്ട് തരില്ല. അപ്പം നമ്മൾ ഓർമ്മിപ്പിക്കണമെങ്കിൽ അപ്പോൾ വേഗം ഒരു ചെറിയ പിടി ഇങ്ങനെ വാരിയിട്ട് തരും. ഇപ്പോൾ നമ്മൾ വിൻ്ററിൽ ഈ വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഇങ്ങനെ വെള്ളം തെളിച്ച് വെക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇത് ഇപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ഡ്രൈ ആയി കിട്ടില്ല. അത് അപ്പോൾ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമ്മറിലൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി നേരം കൊണ്ട് തന്നെ നല്ലപോലെ ഉണങ്ങി കിട്ടും. അതൊക്കെ നല്ലപോലെ ഡ്രൈ ആവും. പക്ഷേ ഇപ്പം അങ്ങനെ വേഗത്തിൽ ഡ്രൈ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുമേ ഉള്ള വെള്ളം കൂടെ നമ്മൾ പയ്യെ ടവൽ വെച്ച് ഒപ്പി കളഞ്ഞിട്ട് വേണം നമുക്ക് എടുത്ത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനോ കറി ഉണ്ടാക്കാനോ ഒക്കെ എടുക്കുമ്പോൾ അപ്പം നല്ലപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. വിൻ്ററിൽ കൂടുതൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചെറിയ ല്യൂക്ക് വാം വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്തെടുത്താൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ പയ്യെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ ചൂടുവെള്ളം തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും തണുത്ത വെള്ളം തന്നെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പ്ലഗ് കുത്തി ഓണാക്കി ചൂടുവെള്ളത്തിൽ വേണം നമുക്ക് ആ ജോലികളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ടവലുകൊണ്ട് ഇതൊന്ന് തുടച്ച് മാറ്റിയിടണം. അതിന് ശേഷം ഇതിൻ്റെ ഞെട്ടി മാലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ ജോലി എളുപ്പമുണ്ട്. ഇതിൻ്റെ ഞെട്ടിയും വലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ടാൽ ജോലി എളുപ്പമാണ്, നമുക്ക് സ്പേസും സേവ് ചെയ്യാം. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ആൽവിനെ പറ്റി എന്നും വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അവരോടൊക്കെ ഒത്തിരി താങ്ക്സ്. ആൽവിൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ അവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. ചിലപ്പോൾ വിൻ്ററിനൊപ്പം തന്നെ മഴയുണ്ട്. അപ്പോൾ മഴയും തണുപ്പും ഒക്കെ കൂടെ മിക്സ് ക്ലൈമറ്റാണ് അവിടുത്തെ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സമയത്ത് വിൻ്ററിൽ ഈ ഒരു ഡിസംബർ ജനുവരിയിലൊക്കെ മഴയും പെയ്യുന്നുണ്ട്, തണുപ്പും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നും വിളിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. പഠിപ്പൊക്കെ അങ്ങനെ പോകുന്നു. ജനുവരി ലാസ്റ്റ് വരെ കാണുമായിരിക്കും പഠിപ്പ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലൊക്കെ ഓർത്തോളൂ. അതുപോലെ അഞ്ജുനെ ഓർത്തോളൂ, ആൽവിനെയൊക്കെ ഓർത്തോളൂ. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളും ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമാണ് ഞങ്ങളുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങളെ ഓർക്കാം. ഇപ്പം നിങ്ങളുടെയൊക്കെ കൊച്ചു പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ വലിയ പ്രാർത്ഥനയിൽ ഒക്കെ ഞങ്ങളെ ഓർക്കാം. ഇത് നമുക്കിതാ ഫ്രിഡ്ജിനകത്ത് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ആവും കേട്ടോ. ഇതിനു വേണ്ടി സ്പെഷ്യൽ പ്ലേസ് ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് നമ്മൾ താഴെ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ടെങ്കിലും വേറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ അത് വെച്ചിട്ടായാലും മുകളിൽ സ്ഥലം കിട്ടും കേട്ടോ. ആ ഒരു എക്സ്ട്രാ വരുന്ന ഒരു സ്ഥലത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതാണ്, നല്ല സെറ്റിങ്സാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബിഗ് ഷോപ്പിൽ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പച്ചക്കറി കേട്ടോ. നമ്മളിങ്ങനെ
വാങ്ങിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ഒരാഴ്ചത്തേക്ക് രാവിലത്തേക്കോ ഉച്ചക്കലത്തേക്കോ വൈകുന്നേരത്തേക്കോ ഒന്നും പിന്നെ ഷോപ്പിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ട. 1 വീക്ക് എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും. അതിനനുസരിച്ച് പിന്നത്തെ പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ചാൽ മതി. ഇവിടെ നമ്മുടെ ക്യാരറ്റ്, ഇത് ചേട്ടൻ്റെ ഫേവറേറ്റ് ഐറ്റം പാവയ്ക്ക വറുത്ത് കൊടുത്താലും ഉപ്പേരി ഉണ്ടാക്കി കൊടുത്താലും ഒക്കെ ചേട്ടന് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയാൽ എനിക്ക് അഞ്ചിനൊന്നും നോട്ടില്ല കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കിയാൽ ചേട്ടൻ തന്നെ കഴിക്കേണ്ടി വരും. ഫ്രൈ ചെയ്യണമെങ്കിൽ ഞങ്ങൾ കഴിക്കാറുണ്ട്, എന്നാലും അധികം താല്പര്യം ഇല്ലാത്തൊരു ഐറ്റമാണ്. പിന്നെ ഇത് വിൻ്റർ സീസണിൽ ഇവിടെ സുലഭമായി കിട്ടുന്ന ഐറ്റം. അതുപോലെ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഒത്തിരി ഇത് യൂസ് ചെയ്യുന്നതാണ്. കറികളിലും ഉപ്പേരികളിലും ഒക്കെ തോരനിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആ ഒരു ലീവ്സുകളാണ് ഇതൊക്കെ. ഇത് ലൗക്കി, ഈ ഒരു ഇലയുടെ പേരാണ് മേത്തി ലീവ്സ്. പിന്നെ ഇത് സോയ. അപ്പോൾ പരിപ്പ് കറിയിലും ഒക്കെ അവരിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൻ്റെ പേസ്റ്റോ അല്ലെങ്കിൽ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തൊക്കെ കഴിച്ചാൽ തണുപ്പത്ത് ഒത്തിരി നല്ലതാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ വാങ്ങിച്ചതാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും പിന്നെ നല്ലതാന്നൊക്കെ അവർ പറഞ്ഞ് പിടിപ്പിക്കുമ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഞെട്ടിമാലൊക്കെ ഒന്ന് കളഞ്ഞു വെക്കണം. വേരുഭാഗം എല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട്. പച്ചമുളകുമൊക്കെയുള്ള ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വെക്കുന്ന, അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ചീത്തയായിപ്പോവും. ഇങ്ങനെ വെക്കണമെങ്കിൽ കുഴപ്പമില്ല, അല്ല സേഫായിട്ട് കുറേ ദിവസം ഇരുന്നോളും. ബോട്ടിലൊക്കെ ആക്കിയാലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വെക്കണം. ഓൾറെഡി ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ട് കുറച്ച്. അപ്പോൾ പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ലാഭിക്കാം. ഇത് രണ്ടും കൂടെ ഇതായി ഇതിൻ്റെ ഉള്ളിൽ പൊക്കോളും. ഇത് നമ്മുടെ മല്ലിയില. വിൻ്ററിലൊക്കെ നമ്മളധികം വാഷ് ചെയ്യാതിരിക്കുക. വാഷ് ചെയ്താൽ അധികം ദിവസത്തേക്ക് പിന്നെ നമുക്കത് വെക്കാൻ പറ്റില്ല, വേഗം കേടാവും, പഴുത്തും ചീഞ്ഞും ഒക്കെ പോകും. മല്ലിയില അങ്ങനെ ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറേ ദിവസം ഇരിക്കും. ഒരു 2 ആഴ്ചയോളെങ്കിലും ഒരു കുഴപ്പമില്ലാതിരുന്നോളും. പക്ഷെ വെള്ളമൊന്നും ഉണ്ടാവരുതെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത് നല്ല സൂപ്പർ മെത്തേഡാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് വയ്ക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച മല്ലിയില ഇപ്പോഴും വലിയ ബോട്ടിലിൽ നിറച്ചിരിപ്പുണ്ട്. ഒരു കേടും വന്നിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിനകത്താണ് വെക്കേണ്ടത്. ഒരു കുഴപ്പമില്ലാതിരുന്നോളും, കുറേ ദിവസം ഇരിക്കും. പക്ഷെ വെള്ളം അതിനകത്ത് ഉണ്ടായാൽ ഇലയൊക്കെ ചീഞ്ഞു പോകും. നമുക്ക് ക്യാരറ്റ് ഒന്ന് ഇതേപോലെ കടഭാഗമൊക്കെ ഇങ്ങനെയുള്ളത് നമുക്ക് കിട്ടുന്ന. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് മുറിച്ചിട്ട് 2 പീസായിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ വെക്കാൻ നേരം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാട്ടോ. എനിക്കിപ്പോൾ അത്രയും ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റെഡ് ക്യാരറ്റ് വിൻ്ററിൽ കിട്ടുക. ഇത് വെച്ച് നമുക്ക് ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ക്യാരറ്റ് ഹൽവ, ക്യാരറ്റ് കേക്ക്, ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കും. നമുക്ക് ഇതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അടുത്ത് കോളിഫ്ലവറിന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തണ്ട് തന്നെയുണ്ട് നല്ല കട്ടിയിൽ. ഒരു 1/4 കിലോ കാണും നമ്മുടെ തണ്ട് തന്നെ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി
പ്ലേസ് സേവ് ചെയ്തിട്ടും ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ നിന്നുള്ള കട്ടിയുള്ള ഒരു പാർട്ട് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ എടുക്കേണ്ട നേരത്ത് നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ കോളിഫ്ലവർ എല്ലാം നമ്മളിതാ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായി, ഇവിടെ ഈ ബോട്ടിലുകൾ സെറ്റായി. ഇനി നമ്മുടെ ഫൈനൽ ഐറ്റം പച്ചക്കറിയിൽ ഇതാണ്. വേര് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ പിന്നെ അധികം വെള്ളമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമുക്കിങ്ങനെ ഗ്ലാസ് ബൗളിലൊക്കെ ഇട്ട് വയ്ക്കണമെങ്കിൽ ലീവ്സ് കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഗ്ലാസ് ബൗളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കേട് വരാതിരിക്കും. ഇനി ഇതെല്ലാം നമുക്ക് കൊണ്ടുപോയി ഒന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഉദ്ദേശം. ഇവിടെ കൊണ്ടുവന്നിങ്ങനെ എല്ലാം വെച്ചിട്ട് ഫ്രിഡ്ജ് തുറന്ന് വയ്ക്കാം. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. മറ്റുള്ള ഐറ്റംസും ഒരുവിധമൊക്കെ വെക്കേണ്ടതൊക്കെ വെച്ചു. ഇനിയുണ്ട് കുറച്ച് ഐറ്റംസൊക്കെ എനിക്ക് ആട്ടയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഡിബ്ബകളിലേക്കൊക്കെ ഇടണം, ബോക്സുകളിലേക്കൊക്കെ ഇട്ട് വയ്ക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ജോലി തീരുന്നില്ല. ജോലി കിടന്നുറങ്ങാൻ പോകുന്ന സമയം വരെ ജോലികളുണ്ടാവും. വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഇനി പിന്നെ കിച്ചൺ ഇപ്പോൾ ആകെ ഒരു മെസ്സായി കിടക്കുന്ന കിച്ചണെല്ലാം മൊത്തം ക്ലീൻ ആക്കണം, പ്ലേറ്റ്സ് എല്ലാം വാഷ് ചെയ്യണം, വേസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി കളയണം. അപ്പോൾ അങ്ങനെ ഒത്തിരി ജോലികൾ ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ ബൈ.